ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സ്പേസ് മലയാളം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗീവുകളും നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്ന് നമ്മൾ നമ്മുടെ 8ാമത്തെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ ഗീവ് അവേയിൽ സിസ്ക കമ്പനിയുടെ 10,000 mAh ഒരു പവർ ബാങ്ക് ആണ് നമ്മൾ വിന്നർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യുക. ഇത്ര മാത്രമാണ് ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ചെയ്യേണ്ടത്. ഈ മാസം 31 തീയതി വരെയാണ് ഈ ഗിവ് അവേക്ക് എൻട്രി ചെയ്യാനുള്ള സമയം. നമ്മൾ 1 തീയതി, അതായത് ഏപ്രിൽ 1 തീയതി ഇതിൻ്റെ ഗിവ് അവേയുടെ വിന്നറെ തിരഞ്ഞെടുത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ചെറിയ ചെറിയ ഗിവുകളാണ് നടത്താനായിട്ട് സാധിക്കുന്നത്. പരമാവധി നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ കുറേ വീഡിയോസ് ഇട്ടു, എന്നിട്ടും നമുക്കൊരു മോണിറ്റൈസേഷൻ പോലും ഇനേബിൾ ആവുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുക. ഈ ഗിവ് അവേയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ചാനലിനെ കുറിച്ചൊക്കെ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷനൊക്കെ ആയി നല്ല രീതിയിലൊന്ന് ചാനൽ കയറിയതിന് ശേഷം വലിയ വലിയ ഗിവ് അവേകൾ, അതായത് സ്മാർട്ട് ഫോൺ പോലുള്ള ഗിവ് അവേകൾ നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ 4ാമത്തെ ഗിവ് അവേ നമ്മൾ ഒരു സ്മാർട്ട് ഫോണാണ് കൊടുത്തിരുന്നത്, റെഡ്മി നോട്ട് 8ൻ്റെ. അപ്പോൾ ഇനി നമ്മളൊരു സ്മാർട്ട് ഫോൺ കുറേയും കൂടി ചാനലൊന്നും ആയതിനു ശേഷമാണ് നമ്മൾ വലിയ വലിയ ഗിവ് അവേകൾ നടത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റിയൽമി 6ൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് 10,000-നും 15,000-നും ഇടയിൽ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ, നല്ല ഗെയിമിംഗ് ഫോണുകൾ, ഓൾറൗണ്ടർ ഫോണുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്തരം നല്ല ഫോണുകൾ, ഒരുപാട് ഫോണുകൾ ഈ മാസങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ റിയൽമിയും റെഡ്മിയും നല്ല കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ സാംസങ്ങും M31 ഇറക്കി നല്ല ഫോണുകളാണ്. അപ്പോൾ ഒരുപാട് ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ റിയൽമി 6ൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ റെഡ്മിയുടെ നോട്ട് 9 പ്രോ മാക്സ് അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ റിയൽമി 6 ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു സ്പെക്കും കാര്യങ്ങളായിട്ടാണ് റിയൽമി 6 ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം 13,000 ബഡ്ജറ്റ് മുതൽ നമുക്കൊരു 16,000 രൂപ ബഡ്ജറ്റ് വരെ ഉള്ളൊരു സെഗ്മെൻറ്റിലാണ് ഈ റിയൽമി 6 ഇറങ്ങിയിരിക്കുന്നത്. 64 MP ക്വാഡ് ക്യാമറ, അതുപോലെ തന്നെ 90 Hz റീഫ്രഷ് റേറ്റുള്ള സ്ക്രീൻ, ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ, 4300 mAh ബാറ്ററി, 30 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറ. നമുക്ക് റിയൽമി 6ൽ 16 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹീലിയോ G90T എന്ന പ്രോസസ്സറാണ് റിയൽമി 6ൽ വരുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഒരു ഫസ്റ്റ് ലുക്ക് അൺബോക്സിംഗ് റിവ്യൂ മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ, PUBG ഗെയിമിംഗ്, ക്യാമറ സ്പീഡ് ടെസ്റ്റ്, മറ്റു റിവ്യൂകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ഫോണൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. റിയൽമി ഇപ്പോൾ കുറച്ച് നാളായിട്ട് യെല്ലോ കളർ ബോക്സസാണ് വരുന്നത്. നമുക്ക് റിയൽമി 5i ആണെങ്കിലും C3 ആണെങ്കിലും എല്ലാം നമുക്ക് യെല്ലോ കളർ ബോക്സ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് റിയൽമി 6നും ഒരു യെല്ലോ കളർ ബോക്സ് തന്നെയാണ് വരുന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഇൻ ഡിസ്പ്ലേ സെൽഫി, 90 Hz സ്മൂത്ത് ഡിസ്പ്ലേ, 30 watt ഫ്ലാഷ് ചാർജ്, 4300 mAh ബാറ്ററി, 64 MP ക്വാഡ് ക്യാമറ, ഹീലിയോ G90T പ്രോസസ്സർ എന്ന ഡീറ്റെയിൽസൊക്കെ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കോമറ്റ് ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ 6GB റാം, 128GB ഇൻറ്റേർണൽ മോഡലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ സീലൊക്കെ പൊട്ടിച്ച് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഫോണൊക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പതിവ് പോലെ തന്നെ സിം ഇജക്ടർ ടൂൾ, ഒരു മൊബൈൽ കേസ്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മൊബൈൽ കേസും നമുക്ക് ബോക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസർ ഗൈഡ്, ക്വിക്ക് ഗൈഡ് എന്നിവയും നമുക്ക് ഒപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോക്സിൻ്റെ ഒപ്പം 30 watt ഫാസ്റ്റ് ചാർജർ ബ്രിക്കും USB Type-C കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്.
നമുക്ക് ആദ്യം തന്നെ മൊബൈൽ കേസിനകത്ത് ഇട്ട് നോക്കാം. വളരെ നന്നായിട്ട് തന്നെ മൊബൈൽ കേസിനകത്ത് ഫോൺ സൂട്ടായി ഇരിക്കുന്നുണ്ട്. ഒരു എബോവ് ആവറേജ് ക്വാളിറ്റി ഉള്ളൊരു കേസ് തന്നെയാണ് നമുക്കൊപ്പം ലഭിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ആ ഒരു ഫോണിൻ്റെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് അതുപോലെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ട് തന്നെ. ആ ക്വാഡ് ക്യാമറയുടെ ആ ഒരു പ്ലേസ്മെൻറ്റ് നമുക്ക് നല്ലൊരു ഡിസൈൻ ആൻഡ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൽഫി ക്യാമറ, ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ്. അതും നല്ലൊരു രീതിയിൽ തന്നെയാണ്, ഒരു കോർണറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഇയർഫോൺ ജാക്ക്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, സ്പീക്കർ, മൈക്ക് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇറങ്ങുന്ന ഒരുപാട് ഫോണുകളിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. അത് എത്രത്തോളം ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും, എത്രത്തോളം ആൾക്കാർക്ക് കംഫർട്ട് ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തന്നെ നോക്കിയാലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ എന്തായാലും സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ റിയൽമി 6 ആണെങ്കിലും 6 Pro ആണെങ്കിലും അതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 Pro ആണെങ്കിലും Pro Max ആണെങ്കിലും എല്ലാം തന്നെ സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ തന്നെയാണ് നമ്മുടെ പവർ ബട്ടണും. നമ്മളൊന്ന് അതായത് സോഫ്റ്റായിട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വർക്ക് ചെയ്യുക. നമ്മളൊന്ന് ഫോഴ്സ് ചെയ്ത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പവർ ബട്ടണാണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. റിയൽമി 6 റിയൽമി UI ആണ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. നമുക്ക് ആദ്യം തന്നെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സാർ വാല്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് വെയ്റ്റ് 1.138, ബോഡി വെയ്റ്റ് 0.586. നമുക്കിനി ഫോണിൻ്റെ എബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. റിയൽമി 6 റിയൽമി UI വേർഷൻ 1 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 10, ഒക്ടാകോർ പ്രോസസ്സറാണ് വരുന്നത്. റാം നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത് 6GB റാം വേരിയൻ്റ് ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് 128GB, 114GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്കിനി ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെയും ഫേസ് റെക്കഗ്നിഷൻ്റെ ഒക്കെ ഒരു റെസ്പോൺസീവ്നെസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോൺസ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല എഫിഷ്യൻ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫേസ് അൺലോക്കിൻ്റെ ഒരു പെർഫോമൻസും കൂടി നോക്കാം. ഫേസ് അൺലോക്കും വളരെ സ്മൂത്തായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. തീർച്ചയായും പ്രീ ഇൻസ്റ്റാൾഡ് ഉള്ള ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ആപ്സൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണോ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണോ റിയൽമി 6 വരുന്നത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് റിയൽമി 6 വരുന്നത്. അപ്പോൾ നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് വരാം. നമുക്ക് ഒരുപാട് മോഡ്സ് അവൈലബിൾ ആണ്. നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, 64 മെഗാ പിക്സൽ മോഡ്,
അതുപോലെ തന്നെ ടൈം ലാബ്സ്, അൾട്രാ മാക്രോ, സ്ലോ മോഷൻ, എക്സ്പേർട്ട്, പനോരമ. നമുക്ക് റിയർ ക്യാമറയിൽ 4K വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിലും 180p വീഡിയോ 720p വീഡിയോ നമുക്ക് 30 അല്ലെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 180p 720p വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉണ്ട്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. 4K വീഡിയോ ഓപ്ഷനൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സാംസങ് M31 നമുക്ക് 4K വീഡിയോ ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും പല മോഡുകൾ അവൈലബിൾ ആണ്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പനോരമ, ടൈം ലാബ്സ്. അപ്പോൾ നമുക്ക് ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്യാമറ റിവ്യൂ ചെയ്യുന്നതാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗിവേകളും നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.